ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ ജീവിതം നോക്കിയേ, ഒരു തകർന്നിടിഞ്ഞ ബിൽഡിംഗ് പോലെയാണ് നമ്മുടെ മനസ്സ്. എസെക്കിയേൽ പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു കാര്യം പറയുന്നുണ്ട്. എസെക്കിയേൽ പ്രവാചകന്റെ 4-ാം അധ്യായം 1-ന്റെ തിരുവചനത്തിൽ ഇപ്രകാരം നമുക്ക് കാണാൻ സാധിക്കും. നീ ഒരു ഇഷ്ടിക എടുക്കുക, അതിൽ ജെറുസലേം നഗരം വരയ്ക്കുക. നീ ഒരു ഇഷ്ടിക എടുക്കുക, അതിൽ ജെറുസലേം നഗരം വരയ്ക്കുക. എന്തുകൊണ്ടാണ് ദൈവം ഒരു ഇഷ്ടിക എടുക്കുവാൻ പറഞ്ഞത്? കാരണം പ്രിയപ്പെട്ടവരെ, നമ്മളാണ് ആ ഇഷ്ടിക. ദൈവം പണിയാൻ പോകുന്ന ആത്മീയ ജെറൂസലേമിലെ ഓരോ കല്ലും നമ്മളാണ്. പക്ഷേ ഒരു വെറും മൺകട്ടയ്ക്ക് എങ്ങനെ ഒരു വലിയ ഗോപുരത്തിൻ്റെ ഭാഗമാകാൻ കഴിയും? അതിനൊരു വലിയ പ്രോസസ്സ് ഉണ്ട്. നമ്മളിപ്പോൾ കടന്നു പോകുന്ന വേദനകളും തകർച്ചകളും നമ്മെ ഒട്ടും തകർക്കാനല്ല, നമ്മുടെ ഒരു സ്ട്രോങ് ബ്രിക്കായിട്ട് മാറ്റുവാനുള്ള ഒരു പ്രോസസ്സാണ്. ഉറപ്പുള്ള ഇഷ്ടികയായിട്ട് നമ്മളെ മാറ്റുകയാണ്. നല്ല ഇഷ്ടികയാകുവാൻ വേണ്ടി 4 പ്രോസസ്സാണുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം. 1, ഫ്രെയിം സെറ്റ് ചെയ്യുക. ഒരു ഇഷ്ടിക ഉണ്ടാകുമ്പോൾ അത് 2 പലകകൾക്കിടയിൽ വെച്ച് നന്നായി അമർത്തണം. ഇല്ലെങ്കിൽ അതിനൊരു ഷേപ്പ് ഉണ്ടാവുകയില്ല. നമ്മുടെ ഇന്നത്തെ അവസ്ഥ, എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ ജീവിക്കുമെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു തലമുറയാണ് നമ്മൾ. പക്ഷേ ഒരു ഫ്രെയിം ഇല്ലെങ്കിൽ നമ്മൾ വെറും ചെറുവെള്ളം പോലെ അലിഞ്ഞു പോകും. ഇതിനുള്ള സൊല്യൂഷൻ പഴയ നിയമവും പുതിയ നിയമവും നമ്മുടെ ജീവിതത്തെ ഷേപ്പ് ചെയ്യുന്ന 2 പലക കഷ്ണങ്ങളാണ്. ദൈവവചനമാകുന്ന ഫ്രെയിമിനുള്ളിൽ നമ്മുടെ ജീവിതത്തെ വെച്ച് നമുക്ക് നോക്കണം. നമ്മുടെ പാപത്താൽ വിരൂപമായ ജീവിതത്തിന് കൃത്യമായ ഒരു ഷേപ്പ് വരുന്നത് ദൈവവചനത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. 2ാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് വികസിപ്പിക്കുക. ഇഷ്ടിക വാർക്കുമ്പോൾ അത് നിരപ്പാക്കി വീതി കൂട്ടണം. നമ്മുടെ ഇന്നത്തെ അവസ്ഥ, നമ്മൾ സെൽഫി എടുക്കുന്ന സ്ക്രീനിനേക്കാൾ ചെറുതായി നമ്മുടെ ഹൃദയം മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം സ്വാർത്ഥതയാണ്. സ്വാർത്ഥത കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും മനസ്സങ്ങ് ഇടുങ്ങിപ്പോയി. ഇതിനുള്ള സൊല്യൂഷൻ സ്നേഹമാണ്. സ്നേഹം നമ്മുടെ ഹൃദയത്തെ വിശാലമാക്കും. സങ്കീർത്തകൻ പറയുന്നു, അങ്ങയുടെ കൽപ്പന അത്യന്തം വിശാലമാണ്. നീ നിനക്ക് വേണ്ടി മാത്രം ജീവിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ജീവിക്കുമ്പോൾ നിന്റെയും എൻ്റെയും ഹൃദയം ഒരു വൈഡ് ആംഗിൾ ലെൻസ് പോലെ വലുതാകും. 3ാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് തീച്ചൂളയിലുള്ള പരീക്ഷണമാണ്. ഇഷ്ടിക വെയിലത്ത് വെച്ചാൽ മാത്രം പോരാ, അത് തീയിലിട്ട് ചുടണം. നമ്മുടെ സങ്കടം, ദൈവമേ എനിക്ക് മാത്രം എന്ത് കഷ്ടപ്പാടുകൾ എന്ന്, എന്താ ഇത്ര അഗ്നി പരീക്ഷ എന്ന്. സത്യാവസ്ഥ, തീയിലിട്ട് ചുടാത്ത ഇഷ്ടിക മഴ നനഞ്ഞാൽ അലിഞ്ഞു പോകും. നമ്മുടെ ജീവിതത്തിലെ പരീക്ഷണമെന്ന അഗ്നി നമ്മെ ഒരിക്കലും ദഹിപ്പിക്കാനല്ല, നമ്മെ സ്ട്രോങ് ആക്കാനാണ്. പ്രതിസന്ധികളുടെ തീച്ചൂളയിൽ വേണം നമ്മുടെ വിശ്വാസം നമ്മെ സ്ട്രോങ് ആക്കാൻ. പ്രതിസന്ധികളുടെ തീച്ചൂളയിൽ വേണം നമുക്ക് ഈശോയോട് കൂടെ കൂടുതൽ സന്തോഷത്തോടു കൂടെ ഈശോയുടെ കുരിശും താങ്ങി നടക്കുവാൻ. ഈ തീച്ചൂളയിലാണ് നമ്മുടെ ചഞ്ചലമായ മനസ്സ് കരുത്താർജിക്കുന്നത്. 4ാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത്, നന്നായി ചുട്ടെടുത്ത ഇഷ്ടിക ഒരു ചുവപ്പ് നിറമാകും. ചുവപ്പ് നിറം എന്ന് പറയുന്നത് ആത്മീയതയുടെ ഒരു നിറമാണ്. ഇത് വെറും ഒരു നിറമല്ല, വിശുദ്ധമായ തീഷ്ണതയുടെ ഒരു നിറമായിട്ട് നമുക്കിതിനെ കാണാൻ സാധിക്കും. ദൈവത്തിന് വേണ്ടി എരിയാനുള്ള ആവേശം, ദേവാലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളയുന്നു എന്ന് സങ്കീർത്തകൻ പറയുന്നത് പോലെ നമ്മുടെ ഉള്ളിലും തീ കത്തണം. ഉള്ളിലൊരു തീ കത്തിയേ പറ്റുള്ളൂ. പാപത്തോട് നോ പറയാനും
ദൈവത്തിന് വേണ്ടി യെസ് പറയുവാനുമുള്ള ആ ചുവപ്പ് നിറം നമ്മുടെ മുഖത്തുണ്ടാകണം. പ്രിയമുള്ളവരെ, കൺഫ്യൂഷൻ നമ്മുടെ ഹൃദയത്തിൽ എന്താണ് നമ്മൾ വരയ്ക്കുന്നത്? കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടാറുണ്ട്. ദൈവം പറയുന്നു, ഈ ഇഷ്ടികയിൽ നീ ജെറൂസലേം വരയ്ക്കുക. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, വെറുതെ ഒരു മൺകട്ടയായി ജീവിച്ച് തീർക്കാനുള്ളതല്ല എൻ്റെയും നിങ്ങളുടെയും ജീവിതം. നമ്മുടെ ഹൃദയമാകുന്ന ഈ ഇഷ്ടികയിൽ ദൈവം ഇന്ന് 3 കാര്യങ്ങൾ എഴുതുവാൻ ആഗ്രഹിക്കുന്നു. 1, എൻ്റെയും നിങ്ങളുടെയും വിശ്വാസം. 2, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നേടിയ പുണ്യ സൂക്തങ്ങൾ. 3, നമ്മുടെ സ്വർഗീയ പ്രതിഫലം. നമുക്ക് ചുറ്റും ഇപ്പോൾ കഷ്ടപ്പാടിൻ്റെ തീയാണോ? സാരമില്ല. നീ വേവുകയാണോ? നീ ഉറയ്ക്കുകയാണ്. ദൈവം പണിയാൻ പോകുന്ന പുതിയ ജെറുസലേമിൽ ഏറ്റവും വിലപ്പെട്ട കല്ലായി മാറുവാൻ ദൈവം മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്ന വ്യക്തിത്വങ്ങളുടെ ഉടമയാണ് ഞാനും നിങ്ങളും. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, വെന്തുരുകുകയാണ്, തീയാഗ്നിയിൽ വെന്തുരുകുകയാണ്, എങ്കിലും ഞാൻ ഉറയ്ക്കുകയാണ്. നിന്നോടൊത്ത് സ്വർഗീയ പ്രതിഫലനത്തിൽ ഉറയ്ക്കുകയാണ്, ആത്മീയ വിശ്വാസത്തിൽ ഉറയ്ക്കുകയാണ്, സ്വർഗീയ പുണ്യങ്ങൾ ജീവിതത്തിൽ പകർത്തുകയാണ്. നമുക്കും ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാം. ദൈവമേ, ഇതാ ഇഷ്ടികയാകുന്ന ജീവിതം, ഇതാ എൻ്റെ ജീവിതം നിൻ്റെ മുൻപിൽ സമർപ്പിക്കുന്നു. ഇസ്രായേലിൻ്റെ ചിത്രം വരച്ചു കൊള്ളുക, സ്വർഗത്തിൻ്റെ ചിത്രം വരച്ചു കൊള്ളുക. എൻ്റെ ജീവിതം വഴി നീ പുതിയൊരു സുവിശേഷം രചിക്കണമേ എന്ന് തമ്പുരാനോട് നമുക്ക് പ്രാർത്ഥിക്കാം.